ഹായ്, 2025 മോസ്റ്റ് അവൈറ്റഡ് പടമായിരുന്ന സിന്നേഴ്സ് ഡയറക്റ്റഡ് ബൈ റയാൻ കൂഗ്ലറിനെ കുറിച്ചിട്ട് അറിയാമല്ലോ. നല്ല കിടിലമായിട്ടുള്ള സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് സിന്നേഴ്സ് കാണാൻ വേണ്ടിയിട്ടിരുന്നത്. ഈ പടം ബേസിക്കലി ഒരു ഫാന്റസി വാമ്പയർ പടമാണ്. ആ ഒരു ജോണ്ടർ പ്രത്യേകിച്ച് എനിക്കങ്ങനെ വലിയ താല്പര്യമുള്ള ഒരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് കാണണം എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ സിന്നേഴ്സ് കാണാൻ വേണ്ടിയിരുന്നത്. ഈ സിനിമ വാമ്പയർ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും അത്ര പെട്ടെന്ന് അങ്ങനെ ഡൈജസ്റ്റ് ആവാൻ വലിയ സാധ്യതയില്ല. കാരണം ഇത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മെല്ലെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് അറിയാലോ, ഈ ഇംഗ്ലീഷ് പടങ്ങളിൽ സാധാരണ ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. എന്നാലും നമ്മുടെ ഒരു കണക്കിൽ ഒരു 2.25 മണിക്കൂറിലൊരു പടം ആദ്യത്തെ ഒരു മണിക്കൂർ വരെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. ചലനം ഇല്ലാതെ മീൻസ് ഇവർ മെല്ലെ അതായത് ഈ സ്ലോ പോയിസ് എന്നൊക്കെ പറയില്ല, മെല്ലെ ഇങ്ങനെ എന്താണ് ഫോമായിട്ട് വരുന്ന ഒരു പടമാണിത്. ഈ പടം ഒരു ടിപ്പിക്കൽ വാമ്പയർ ടൈപ്പ് പടം കാണുന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം ഇതിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആഫ്രോ അമേരിക്കൻ കൾച്ചർ, അതുപോലെ തന്നെ വൈറ്റ് പീപ്പിൾ, അതായത് വെള്ളക്കാരുടെ അധിനിവേശവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം ഉണ്ടല്ലോ, കൾച്ചറലി ആയിട്ടുള്ള അധിനിവേശം, പിന്നെ ഈ മ്യൂസിക്കിലും കൾച്ചറിലും അവരുടെ ഡെയിലി ലൈഫിലൊക്കെ ഉള്ള ഒരു വലിയ അധിനിവേശവും കാര്യങ്ങളൊക്കെ ഈ പടത്തിന്റെ ഒരു സൈഡ് ലൈൻ ആയിട്ട് വരുന്നുണ്ട്. വാമ്പയർ എന്നുള്ള കോൺസെപ്റ്റ് ഇതിന്റെ മെയിൻ പ്ലോട്ടായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന കൾച്ചറൽ എനർജി, കൾച്ചറലായിട്ടുള്ള വൈറ്റ് പീപ്പിൾസിന്റെ കടന്നുകയറ്റം, സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം, ഇതൊക്കെ ഇങ്ങനെ സൈഡ് പ്ലോട്ടായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ വാമ്പയർ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പോലും കുറച്ചൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് 100% നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് മനസ്സിലായാലും ഒരു കൊണസ്റ്റ് പിടിച്ചൊരു പ്ലോട്ടാണ് ഇത്. പല കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്ക് നടക്കുന്നതൊക്കെ കയറി വരും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പടത്തിൽ ബ്ലൂസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ ഡയറക്ടർ റയാൻ കൂഗ്ലർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഓൾറെഡി ഉള്ളത് തന്നെയാണ്. അതായത് ഈ ആഫ്രോ അമേരിക്കൻസിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് പീപ്പിൾസിന്റെ ഇടയിൽ, ഈ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ, അതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ പറയുന്ന ബ്ലൂസ് എന്ന് പറയുന്നത്. അത് മ്യൂസിക്കിലുണ്ടാകും, ഡാൻസിലുണ്ടാകും, അവരുടെ ഡെയിലി ലൈഫിലുണ്ടാകും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാധനമാണ്. അത് അവരുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ബ്ലൂസ് എന്ന് പറയുന്നത്. അതും ഈ സിനിമയിൽ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്, ഡയറക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഒരു വാമ്പയർ പടം കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുങ്ങനെ നിരാശപ്പെടേണ്ടി വരും. ഇങ്ങനെ പല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതും അമേരിക്കൻ, അതായത് ആഫ്രോ അമേരിക്കൻ മിത്ത്, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾക്ക് ഈ പടത്തിൽ കയറി വരുന്നുണ്ട്. സോ സിനിമ കണ്ടതിന് ശേഷം നമ്മളൊരു വലിയ റിസർച്ച് നടത്തേണ്ടി വരും. ഇതെന്തായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ല. അതല്ലാതെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ കണ്ട് എന്റർടൈൻ ചെയ്ത് പോകാൻ പറ്റിയൊരു പടമൊന്നുമല്ല. പടം കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് ബാക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെയായിരുന്നു അല്ലേ എന്നെല്ലാം നമുക്ക് മനസ്സിലാകും. അപ്പോൾ കുറച്ച് പണിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ഈ പടം ഇരിപ്പിൽ തന്നെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതൊന്ന് കണ്ടു തീർത്തത്. പിന്നെ ഈ പടത്തിൽ പിടിച്ചിരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിൾ ജോർഡന്റെ പെർഫോമൻസ് തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ. അവർ ട്വിൻസ് ആയിട്ടാണ് അയാൾ അഭിനയിച്ചിട്ടുള്ളത്. രണ്ടാൾക്കാരും ഐഡന്റിക്കൽ ട്വിൻസ് ആണ്, കാണാൻ എക്സാക്ട്ലി ഉണ്ടാവും. പക്ഷെ രണ്ടാൾക്കാരുടെ മാനർസും തമ്മിൽ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രസമാണ് കണ്ടിരിക്കാനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പടത്തിൽ ക്ലൈമാക്സിനോട് കുറച്ചടുക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ഡാൻസ് ക്ലബിനുള്ളിലൊരു സീൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിരുന്നു കേട്ടോ. അതൊരു സിംഗിൾ ഷോട്ട് സീനായിരുന്നു. അതിൽ തന്നെ ഈ ആഫ്രോ അമേരിക്കൻസിന്റെയും ആഫ്രിക്കൻസിന്റെ എല്ലാം ഡാൻസ് കൾച്ചർ, അതിൻ്റെ ഇടയിലേക്ക് ഈ അതിൽ വരുന്ന ചില അപ്ഡേഷൻസ്, പല കാര്യങ്ങൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത് ഒറ്റ ഷോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പല ഡാൻസ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ ആയിട്ടുള്ള സീനായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാലും ലുഡ്വർഗ് ഹൊറാൻസൺ ആണ് തോന്നുന്നു മ്യൂസിക് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഓപ്പൻഹൈമറിന്റെ എല്ലാം മ്യൂസിക് ഡയറക്ടർ. സോ മ്യൂസിക്കലിയും പടം എലവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫോണിൽ കാണുന്ന സമയത്ത് നമുക്ക് അത്ര ഫീൽ ആവില്ല. കാരണം ഫോണിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടല്ലോ. തിയേറ്ററിൽ ഒരു പക്ഷേ അടിപൊളി ആയിരുന്നിരിക്കണം. ഞാനിത് ഫോണിലാണ് കണ്ടത്. സോ കണ്ടു നോക്കുക. സിന്നേഴ്സ് ഒറ്റയടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല. വാമ്പയർ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോലും ഈ പടം ഡൈജസ്റ്റ് ആവാൻ കുറച്ചധികം സമയം എടുക്കും. കുറച്ച് ഹിസ്റ്ററിയും മിത്തും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കാണാം. അതായത് ഈ തിയേറ്ററിക്കലി അടിപൊളിയായിരുന്നിരിക്കണം. പക്ഷെ ഫോണിലൊക്കെ കാണുന്ന സമയത്ത് നമുക്കിത് 100% അങ്ങനെ എന്റർടൈൻമെന്റ് തരുന്നൊരു പടമൊന്നുമല്ല. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞാലും കുറച്ച് വിശദമായിട്ടെല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെയൊക്കെയാണല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. സോ സിനിമാ പ്രാന്തന്മാരും അതുപോലെ തന്നെ ഈ പടം കണ്ടേ മതിയാകും എന്നൊക്കെ ഉള്ള ആൾക്കാർ കുത്തിയിരുന്ന് കാണുക. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് തന്നെ തീർക്കാൻ പറ്റുന്ന പടമൊന്നുമല്ല. സോ ഇതാണ് നമ്മുടെ റയാൻ കൂഗ്ലറിന്റെ സിന്നേഴ്സ്.